പണ്ട് നമ്മുടെ നാട്ടിൽ കൊറോണ വന്ന കാലഘട്ടങ്ങളിൽ 1000 ഒരാൾക്ക് കൊറോണ, 100 ഒരാൾക്ക് കൊറോണ, പിന്നെ നമ്മുടെ എല്ലാം അയൽപ്പക്കത്തെത്തി 10 ഒരാൾക്ക് കൊറോണ വന്ന കാലഘട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നിരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, അതായത് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ 10 വണ്ടി പച്ചബോർഡായിട്ടാണ് നമുക്ക് കാണുന്നത്, അല്ലേ? സ്റ്റഡീസ് എല്ലാം പറയുന്നത് 2030 30% വെഹിക്കിൾസ് എല്ലാം തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആവുമെന്നാണ്. പക്ഷേ ഈ ഗതിക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ കൊറോണയെക്കാളും പെട്ടെന്ന് ഈ ബോർഡുകളെല്ലാം തന്നെ പൂർണ്ണമായും പച്ചബോർഡാവും. 2077 കൂടി തന്നെ 25-30% വെഹിക്കിൾസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആയി കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഈ പച്ചബോർഡുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾ എല്ലാം നമ്മൾ എവിടെ കൊണ്ടുപോയി ചാർജ് ചെയ്യും? ഇവിടെയാണ് ഒരു പബ്ലിക് ചാർജിംഗ് സ്റ്റേഷൻ അനിവാര്യമായി വരുന്നത്. ഒരു പെട്രോൾ പമ്പിൽ 800-ൽ പരം വെഹിക്കിൾസ് ആണ് ഒരു ദിവസം ഫ്യൂൽ ചെയ്യപ്പെടുന്നത്. ഒരു ചാർജിംഗ് പോയിന്റിൽ മാക്സിമം നമ്മൾക്ക് 24 വണ്ടികളാണ് ചാർജ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പെട്രോൾ പമ്പിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ മിനിമം 30ഓളം ചാർജിംഗ് പോയിന്റ്സ് അനിവാര്യമാണ്. ഇവിടെയാണ് അതിന്റെ ക്യാച്ച്. മറ്റൊരു ബിസിനസ് ആശയം ഒളിഞ്ഞിരിക്കുന്നത്.